പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, രക്ഷാകരമായ ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയ ആഴ്ചയിലേക്ക് അങ്ങ് ഞങ്ങളെ ആനയിച്ചിരിക്കുമ്പോൾ ഈ വലിയ ആഴ്ചയുടെ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, അറിഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിലായിരിക്കുവാനും അങ്ങ് നൽകുന്ന രക്ഷ കൈവരിക്കുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും സഭയ്ക്കും ലോകം മുഴുവനും ഇടയാകട്ടെ. കർത്താവെ, അങ്ങയുടെ മഹാകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ വലിയ ആഴ്ചയിലേക്ക് ഇതാ പ്രവേശിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സ്വർഗത്തിന്റെ സഹായത്താൽ രക്ഷാകര രഹസ്യങ്ങളെ സ്വന്തമാക്കി അങ്ങയുടെ മഹാകരുണയാൽ ഞങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി രക്ഷ കൈവരിക്കുവാൻ അങ്ങ് നൽകുന്ന എല്ലാ കരുണയും സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ ആഴ്ചയിലേക്ക് ദൈവം നമ്മെ ആനയിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് കിട്ടിയൊരു മെസ്സേജ് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, എ ലോട്ട് ക്യാൻ ഹാപ്പൻ ഇൻ 7 days. ഒത്തിരിയേറെ കാര്യങ്ങൾ 7 ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കാം. ക്യാൻ ഹാപ്പൻ, സംഭവിക്കാം. ഈ വലിയ ആഴ്ചയില് നമ്മൾ വേണ്ട പോലെ ഒരുങ്ങി മനസ്സിലാക്കി ഈ വിശുദ്ധ വാരത്തെ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ മക്കളിലും, സഭയിലും ഒക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കാം. നമ്മള് ഇന്നലെ ഓശാന വിളികളോടെ കർത്താവിനെ എതിരേറ്റു, കർത്താവിനെ സ്വീകരിച്ചു. ഈശോ രക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. ആ രക്ഷ പൂർത്തിയാക്കാൻ വേണ്ടി ഇതാ തന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈശോ ഇതാ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ ഈശോയുടെ ഒരു വലിയ വേദനയുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്. പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദുഷ്ടതയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ നഗരത്തെക്കുറിച്ച്, പട്ടണത്തെക്കുറിച്ച് ഈശോ വിലപിക്കുകയാണ്. സമാധാനത്തിലുള്ള ദിനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ ദുഷ്ടതയിൽ അത് മറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ജെറൂസലേമിനെ കുറിച്ച്, ഈ പട്ടണത്തെ കുറിച്ച് ഈശോത്തിന് വിലപിക്കണം. കാരണം രക്ഷാകരമായ സമാധാനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും, അതിനുവേണ്ടി ഈശോ വന്നിട്ടും ഈശോയെ സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ ആ പട്ടണത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് സമാധാനമില്ലാത്ത അവസ്ഥ. വീണ്ടും അതിന്റെ നാശത്തെ കുറിച്ചും അവസാനം 44-ാമത്തെ വചനത്തിൽ പറയാ, നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ച് കർത്താവ് പറയാം. ഇനി അതിനുശേഷം ഈശോ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്, ആ ദേവാലയത്തെ വിശുദ്ധീകരിക്കുകയാണ്. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ആ ദേവാലയത്തെ വിശുദ്ധീകരിക്കുക. കാരണം ആ ദേവാലയം കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. ക്രയവിക്രയങ്ങള്, നാണയമാറ്റങ്ങള്, മറ്റ് കച്ചവടങ്ങള് ആ ചൈതന്യം നഷ്ടപ്പെടുത്തി, ദേവാലയത്തിന്റെ പരിശുദ്ധിയും ചൈതന്യം നഷ്ടപ്പെടുത്തി. ഇതാ ആ ദേവാലയത്തെ, എന്റെ പിതാവിന്റെ ആലയത്തെ അശുദ്ധമാക്കിയപ്പോ കർത്താവ് ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന വലിയ പ്രവൃത്തിയാണ്
ഓശാനയുടെ പിറ്റേ ദിവസം ഈശോ ചെയ്യുന്നത്. ഈ വെള്ളിയാഴ്ചയില് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന സമാധാനത്തിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, വിമോചനത്തിനു വേണ്ടി ചെയ്യുന്ന രക്ഷാകര പ്രവർത്തികൾ സ്വന്തമാക്കി എടുക്കണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കും ഒരു വേദന വേണം. നമ്മുടെ കുടുംബത്തെ ഓർത്ത്, നശിച്ചുപോകുന്ന മക്കളെ ഓർത്ത്, സമാധാനം സ്വീകരിക്കാതെ കർത്താവിനെ സ്വന്തമാക്കാതെ ജീവിക്കുന്ന മക്കളെ ഓർത്ത്, കുടുംബാംഗങ്ങളെ ഓർത്ത്, സഭയോർത്ത്, ഈ ലോകത്തെ ഓർത്ത് കർത്താവിന്റെ വേദനയിൽ നമ്മൾ പങ്കുചേരണം. മാത്രമല്ല ഒരു വിശുദ്ധീകരണം സംഭവിക്കണം. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. സഭയിൽ ഒരു വിശുദ്ധീകരണം, കർത്താവിന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത, ദേവാലയത്തിന് നിരക്കാത്ത, പിതാവിന്റെ ആലയത്തിന് നിരക്കാത്ത കച്ചവടങ്ങൾ, ഇതൊക്കെ സഭയില്, ഇടവക ദേവാലയങ്ങളില് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ മാറ്റപ്പെടാനും പുതിയ അഭിഷേകത്താല് ശുദ്ധീകരിക്കപ്പെടാനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതിനേക്കാളും ഏറെ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണം. ഈശോ കടന്നു വന്നിട്ട് ആ ദേവാലയത്തെ വിശുദ്ധീകരിച്ചു. എന്റെ പിതാവിന്റെ ഭവനം, എന്റെ ആലയം, പ്രാർത്ഥനാലയം, അത് വിശുദ്ധമാണ്, അത് പവിത്രമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആലയങ്ങളെ. 1 കൊരിന്ത്യർ 3:16 പൗലോസ് ഓർമ്മപ്പെടുത്തിയില്ലേ, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. ഇന്ന് നമ്മൾ ഈ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോ നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കേണ്ട കാര്യം, ദേവാലയത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത, പിതാവിന്റെ ഭവനത്തിന് നിരക്കാത്ത എന്റെ ആലയമാകുന്ന എന്റെ ശരീരത്തില്, എന്റെ ജീവിതത്തില്, എന്റെ മനസ്സില്, എന്റെ ബന്ധങ്ങളില് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈശോ ചെയ്തില്ലേ, ചമ്മട്ടി കൊണ്ട് ചട്ടവാറുണ്ടാക്കി അടിച്ച് പുറത്താക്കി, ആ മേശകളൊക്കെ തട്ടി മറിച്ചിട്ട് അതിനെല്ലാം പുറത്താക്കിയിട്ട് ഈശോ ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു വലിയ പ്രവൃത്തി ഈ വെള്ളിയാഴ്ചയിൽ നമ്മൾ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഒരുക്കുക. ഈശോയുടെ ആ ഒരു വലിയൊരു തീഷ്ണതയാൽ നമ്മളും നിറയപ്പെടട്ടെ. എന്റെ ദൈവത്തിന് പരിശുദ്ധിക്ക് നിരക്കാത്ത എന്നിലുള്ളതെല്ലാം, അത് പാപത്തിന്റെ മേഖല, ദുശീലത്തിന്റെ മേഖല, വെറുപ്പിന്റെ മേഖല, വിദ്വേഷത്തിന്റെ മേഖല, പ്രതികാരത്തിന്റെ മേഖല, അല്ലെങ്കിൽ ആസക്തികളുടെ മേഖല, അലസത, മടി, ഇങ്ങനെയുള്ള തെറ്റായ സ്നേഹബന്ധങ്ങള്, അങ്ങനെ അശുദ്ധമായതെല്ലാം ഈ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള വലിയൊരു പരിശ്രമം നമ്മൾ ചെയ്യണം. നമുക്കറിയാം, ഈ ദിവസങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് പ്രാർത്ഥനയോടെ ഈ വിശുദ്ധവാരത്തിന്റെ എല്ലാ ചൈതന്യവും ഉൾക്കൊള്ളുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരു വലിയ വിശുദ്ധീകരണം നമ്മിൽ സംഭവിക്കണം. അതാണ് ഈശോ ചെയ്ത ഒന്നാമത്തെ ദിവസത്തെ പ്രവൃത്തി. നമ്മൾ ഇനി അങ്ങോട്ട് ഈ വെള്ളിയാഴ്ചയില് 7 ദിവസങ്ങളില് ഈശോ ചെയ്ത ഓരോ പ്രവൃത്തിയെയും അതുപോലെ മനസ്സിലാക്കി സ്വീകരിച്ച് കർത്താവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറഞ്ഞ് ആ കർത്താവിലൂടെ സ്വർഗം നമ്മൾ നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ചെയ്ത കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും പെസഹ വിശുദ്ധ കുർബാന സ്ഥാപനത്തെയും എല്ലാം സ്വന്തമാക്കി പിന്നീട് അങ്ങോട്ട് നമ്മുടെ ദൈവ കരുണയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് കർത്താവ് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ, അത് കൈവരിക്കുവാൻ, അത് നേടിയെടുക്കുവാൻ നമ്മൾ അധ്വാനിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ദാഹിക്കുന്നുണ്ട്. എനിക്ക് ദാഹിക്കുന്നു മക്കളെ എന്ന് ഈശോ നിസ്സഹായ അവസ്ഥയിൽ എന്ന പോലെ നിലവിളിക്കുക. ആ ദാഹം ശമിപ്പിക്കണമെങ്കിൽ അച്ഛൻ എപ്പോഴും ധ്യാനങ്ങളിൽ പറയാറുണ്ടല്ലോ, കർത്താവിന്റെ ദാഹം നമ്മുടെ പാപം ഏറ്റെടുക്കാനുള്ള ദാഹമാണ്. നമ്മുടെ പാപം ഈശോയ്ക്ക് ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ പാപം ചെയ്തത് പൂർണ്ണ അറിവോടും സമ്മതത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി നമ്മൾ ചെയ്ത ഒരു പാപ പ്രവൃത്തിയാണ് പാപം. ആ പാപത്തെ നമ്മൾ തന്നെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടി വിട്ടുപേക്ഷിച്ച്, അതാണ് ദേവാലയത്തെ ശുദ്ധീകരിച്ച് അതിനെ നിർമ്മലമാക്കി ആട്ടിച്ച് പുറത്താക്കി
വിശുദ്ധ ബൈബിളിൽ പറഞ്ഞ പോലെ നിഷിദ്ധ വസ്തുക്കളെ നശിപ്പിച്ചുകൊണ്ട് അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ചാൽ മാത്രമാണ് ഈശോയ്ക്ക് നമ്മുടെ പാപം ഏറ്റെടുക്കാൻ പറ്റും. ഇന്ന് ഈ ദേവാലയത്തിലെ വിശുദ്ധീകരിക്കേണ്ട പ്രവൃത്തി ഞാനും നീയും ചെയ്യണം. നമ്മുടെ കുടുംബത്തിൽ അത് സംഭവിക്കണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് പാപബോധവും പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധ്യം ലഭിച്ച് എല്ലാ പാപങ്ങളെയും ഏറ്റെടുക്കുന്ന കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവിടുത്തെ ദാഹം ശമിപ്പിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ വലിയ ആഴ്ചയിൽ സംഭവിക്കുന്ന വലിയ കാര്യങ്ങൾ സ്വന്തമാക്കാൻ നമുക്കൊരുങ്ങാം. ഒപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ ഈ ദിവസങ്ങളിൽ നല്ലപോലെ ഒരുങ്ങി കർത്താവിന് ദാഹം ശമിപ്പിച്ച് തങ്ങളുടെ ദേവാലയത്തെ വിശുദ്ധീകരിച്ച് കർത്താവിന്റെ ബലി സ്വന്തമാക്കി, കർത്താവിനെ തന്നെ സ്വന്തമാക്കി യഥാർത്ഥമായ രക്ഷ, സമാധാനം, സന്തോഷം കൈവരിക്കുവാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകണം. അതിനുവേണ്ടി മക്കളെ, മാതാപിതാക്കളെ, മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ജീവിത പങ്കാളിക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ 7 ദിവസങ്ങൾ കൊണ്ട് ചെയ്ത വലിയ പ്രവൃത്തിയല്ലാതെ ലോകത്തെ രക്ഷിക്കുവാൻ വേറെ ഒന്നിനും കഴിയില്ല മക്കളെ. A lot can happen in 7 days. കർത്താവ് ഈ ലോകത്തെ തന്നെ രക്ഷിച്ച വലിയ പ്രവൃത്തികളാണ് ഈ 7 ദിവസങ്ങളിൽ സംഭവിക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രവർത്തിക്കാം. ടേക്ക് ആക്ഷൻ, പ്രവർത്തിക്കാം. എന്നിട്ട് ആ രക്ഷ കൈവരിക്കുവാൻ നമുക്കിടയാകട്ടെ, നമ്മുടെ മക്കൾക്കിടയാകട്ടെ, നമ്മുടെ കുടുംബങ്ങൾക്കിടയാകട്ടെ, നമ്മുടെ സഭയ്ക്കിടയാകട്ടെ. അതിലൂടെ ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനും അതിലേക്ക് ആനയിച്ച് ലോകത്തിനും ഈ രക്ഷ കൈവരിക്കുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥനയോടെ വിശുദ്ധവാരത്തിൽ നമുക്കായിരിക്കാം. ഒത്തിരി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മക്കളെ. ഞാൻ വീണ്ടും പറയാണ് മക്കളെ, ഈ ശുശ്രൂഷ നമുക്ക് അനേകരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഈ 7 ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന വലിയ കാര്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി അനേകം മക്കളെ ചേർക്കണം. കർത്താവിന്റെ വേദന, കർത്താവിന്റെ വിലാപം, കർത്താവിന്റെ സങ്കടം, അതുമായി കർത്താവ് ചെയ്ത പ്രവൃത്തികൾ ആദ്യത്തെ ആക്ഷനാണ്. ദേവാലയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധവാരത്തിൽ കർത്താവിന്റെ രക്ഷാകര പ്രവർത്തിച്ചു തുടങ്ങി. അത് നമ്മൾ ഇന്ന് സ്വന്തമാക്കണം, നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിലൂടെ അല്ലാതെ മക്കളെ, നമ്മളോ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബമോ സഭയോ ലോകം മുഴുവനുമോ രക്ഷപ്പെടില്ല. കർത്താവ് പറഞ്ഞില്ലേ, മനുഷ്യവർഗം എൻ്റെ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പിന്നെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് നമുക്ക് 12-ാം തീയതിയാണ്. നമ്മള് ദുഃഖ വെള്ളിയാഴ്ച മുതൽ അതിന്റെ നൊവേന ആരംഭിക്കും. നമ്മളെല്ലാവരും അതിൽ പങ്കുചേരണം. സാധിക്കുന്ന എല്ലാവരും കാർമൽ ധ്യാന കേന്ദ്രത്തില് എല്ലാ ദിവസവും ദുഃഖവെള്ളി മുതൽ പൊതു ഞായറാഴ്ച വരെയുള്ള ഈ തിരുനാളിന്റെ ഒരുക്കമായ നൊവേനയിലും തിരുനാളിലും പങ്കെടുക്കണം. വലിയ അഭിഷേകത്തോടെ നമുക്ക് ഇവിടെ വന്ന് പങ്കെടുക്കാൻ സാധിക്കണം. വൈകുന്നേരം 6 മണിക്കാണ്. വാഹനമുള്ളവരും ദൂരത്തുള്ളവരൊക്കെ വരിക. ആർക്കെങ്കിലൊക്കെ ഇവിടെ വന്ന് കുറച്ച് താമസിച്ചൊക്കെ കൂടണമെങ്കിൽ കൂടാം. നിത്യാരാധനയുണ്ട്. കർത്താവിന്റെ കരുണയുടെ വലിയ നിലയില്ലാത്ത കടല് പോലുള്ള മഹാകരുണ നിറയപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ സമയം. അത് അതിന്റെ പൂർണ്ണതയിലും അർത്ഥം മനസ്സിലാക്കി സ്വന്തമാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലേക്കും അച്ഛൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. അച്ഛൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കളെ, അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഈ ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ കൺവെൻഷനുകളും ധ്യാനങ്ങളൊക്കെ ആയിട്ട് നല്ല ക്ഷീണത്തിലാണ്. എങ്കിലും കർത്താവിന്റെ ഈ പ്രവൃത്തി, രക്ഷാകര പ്രവൃത്തി, a lot can happen in 7 days. അത് കേട്ടപ്പോ അതെല്ലാവരും സംഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മിലും സംഭവിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ വേദന, അങ്ങയുടെ സങ്കടം
ഞങ്ങളുടെ നാശത്തെ കുറിച്ചാണല്ലോ. സമാധാനത്തിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അങ്ങെല്ലാം തന്നിട്ടും അത് സ്വീകരിക്കാതെ കർത്താവെ അങ്ങേക്കെതിരെ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ. ഈശോ, അങ്ങ് ജെറുസലേം പട്ടണത്തിലേക്ക് കടന്നു വന്നു, ദേവാലയത്തെ വിശുദ്ധീകരിച്ചു, അങ്ങ് ജനത്തെ പഠിപ്പിച്ചു. അപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും അങ്ങയെ എങ്ങനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. സങ്കടത്തോടെ ഞങ്ങൾ വായിക്കുന്ന തിരുവചന ഭാഗമാണ്. യേശുവേ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു. അങ്ങ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങ് പാപങ്ങളെ ഏറ്റെടുത്തു, അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ വിശുദ്ധ വാരത്തില് ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കുന്ന ഈ 7 ദിവസങ്ങളില് കർത്താവെ, അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോ അങ്ങേക്ക് ഞങ്ങളുടെ രക്ഷയെക്കുറിച്ച് വലിയ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനുവേണ്ടി അങ്ങ് ചെയ്ത പ്രവൃത്തികളെ തിരിച്ചറിവോടെ സ്വീകരിക്കുവാൻ, അതിനുവേണ്ടി ഞങ്ങൾ തന്നെ ഇന്ന് അങ്ങ് ദേവാലയത്തെ വിശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളും അങ്ങയുടെ ആലയമാകുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ, ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് തങ്ങളുടെ ശരീരമാകുന്ന അങ്ങയുടെ ആലയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് പാപത്തെ വിട്ടുപേക്ഷിച്ച് ക്രയവിക്രയം ചെയ്യുന്ന എല്ലാ തിന്മയുടെ, എല്ലാ പൈശാചിക പ്രവൃത്തികളെ കർത്താവെ തകർത്തെറിഞ്ഞ് നിഷിദ്ധ വസ്തുക്കളെ നശിപ്പിച്ച് കർത്താവെ അങ്ങയുടെ രക്ഷ സ്വന്തമാക്കിയെടുക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. A lot can happen in 7 days. കർത്താവെ, ഇന്ന് നൽകിയ വലിയ സന്ദേശം ഞങ്ങൾ ഉൾക്കൊള്ളട്ടെ, ഞങ്ങൾ മനസ്സിലാക്കട്ടെ, ഞങ്ങൾ ജീവിക്കട്ടെ. അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ പ്രകടമാകട്ടെ കർത്താവെ. അങ്ങയുടെ രക്ഷാകര പ്രവൃത്തികൾ ഞങ്ങളിൽ പ്രകടമാകട്ടെ കർത്താവെ. അങ്ങയുടെ മഹാകരുണ സ്വന്തമാക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ലോകം മുഴുവനും ഇടയാകട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പാപബോധവും പശ്ചാത്താപവും നൽകി അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈ വിശുദ്ധ വാരത്തെ സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. കൃപാജീവിതത്തിന്റെയും ദൈവൈക്യ ജീവിതത്തിന്റെയും ആഴങ്ങളിലേക്ക് കടന്നു വന്ന് അങ്ങയെ തന്നെ സ്വന്തമാക്കി ജീവിക്കാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അങ്ങ് പറയുന്നത് പോലെ ചെയ്യാനുള്ള കൃപ എല്ലാ മക്കൾക്കും നൽകണമേ. ഒപ്പം തന്നെ കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ നിസ്സഹായ അവസ്ഥകൾ തിരിയാൻ പോലും പറ്റാത്ത വിധം, അങ്ങയിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത വിധം അവരെ കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന കെട്ടുകളുണ്ട്, ബന്ധനങ്ങളുണ്ട്. ചില തെറ്റായ സ്നേഹബന്ധങ്ങള്, തെറ്റായ ശീലങ്ങള്, തെറ്റായ അടിമത്തങ്ങള്, തെറ്റായ പൈശാചികമായ കെണികള്, ചില വലകള്, പെട്ടുപോയ ചില അടിമത്തത്തിന്റെ മേഖലകൾ അങ്ങ് തന്നെ മോചിപ്പിക്കണം. ഞങ്ങളുടെ മക്കളെ സഹായിക്കണം, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങ് സഹായിക്കണം. അങ്ങയുടെ രക്ഷയും അങ്ങയുടെ വലിയ കരുണയും സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. മക്കളുടെ പരീക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ സ്വഭാവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന അനേക മക്കളുണ്ട്. ദിവസങ്ങളൊക്കെ ഒത്തിരി മക്കൾ ഈ ദിവസങ്ങളിൽ തുടങ്ങി അന്ന് മുതൽ ഒത്തിരിയേറെ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എഴുതിപ്പോയ മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി കർത്താവിനെ വിട്ട് സഭയും കൂദാശയുമായിട്ട് ബന്ധമില്ലാത്തവരുമായിട്ട് സ്നേഹത്തിൽ കഴിയുന്ന മക്കൾ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ പ്രാർത്ഥനയോടെ എല്ലാവരുടെയും പ്രാർത്ഥനകള് ഒരുമയോടെ ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ മേൽ കർത്താവിന്റെ ആശീർവാദം നിറയപ്പെടാനും ഈ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാനും വേണ്ട വലിയ അനുഗ്രഹം ഈ ആശീർവാദത്തിലൂടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി
സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സോയെ അങ്ങയുടെ വരങ്ങൾ ചിന്തി അങ്ങയുടെ ക്ഷാകര പ്രവർത്തികൾ സ്വന്തമാക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ആശീർവാദം അതിനുവേണ്ടി സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.